എയ്സാബിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് CSEBൻ്റെ 2/11/2025 നടന്ന ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇംഗ്ലീഷിൻ്റെ പാർട്ടുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വളരെ സിമ്പിളായ ചോദ്യങ്ങളായിരുന്നു. സഹകരണ ബോർഡ് ക്വസ്റ്റ്യൻ പരിഷ്കരണത്തിന് ശേഷം നടന്നിട്ടുള്ള എല്ലാ എക്സാമിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന നിലവാരമുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ അത്ര വിഷമമില്ലാത്ത ചോദ്യങ്ങളുമാണ് ചോദിക്കാറുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് ഈഫ് ക്ലോസ് എന്ന പാർട്ടിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ടെൻസ് ഫോം എന്നാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ടെൻസ് ഫോം എന്നത് ഉദ്ദേശിച്ചത് ഈഫ് ക്ലോസ് പ്ലസ് ടെൻസ് ആണ് കേട്ടോ. ഈഫ് ക്ലോസ് പ്ലസ് ടെൻസ് ആണ്. ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ് രണ്ടാമത്തെ പാർട്ടിൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന പാറ്റേൺ ഉപയോഗിക്കുക. സാധാരണ രീതിയിൽ കേരള PSC ഒക്കെ നടക്കുന്ന പരീക്ഷയ്ക്ക് ഈഫ് ക്ലോസ് ആദ്യം തന്ന് മെയിൻ ക്ലോസ് രണ്ടാമത് എഴുതാൻ പറയും. എന്നാൽ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മെയിൻ ക്ലോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈഫ് ക്ലോസ് എഴുതാനാണ് നമ്മളവിടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മെയിൻ ക്ലോസ് എന്നത് രണ്ടാമത്തെ പാർട്ട്. ആ രണ്ടാമത്തെ പാർട്ടിലെ പാറ്റേൺ എന്താ? സബ്ജക്റ്റ് പ്ലസ് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ സ്വാഭാവികമായി ആദ്യ വാചകത്തിൽ എന്ത് വരണം? ഈഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ പാർട്ടിൽ എന്ത് വരാൻ പാടുള്ളൂ? ആൻസർ ഇപ്രകാരം വരാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ C എന്നതാണ്. ദെൻ സെക്കൻഡ് വൺ, ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യം. ഏറ്റവും കൂടുതൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പാണ്. ഒരു മാർക്ക് മസ്റ്റാണ് നമുക്ക്. 2025 ഫെബ്രുവരി മാസം 15 നടന്ന സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ അന്ന് അര മാർക്കിൻ്റെ 20 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അതിനുശേഷമാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാക്കി മാറ്റിയത്. അന്നും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടെ ഏത് ആർട്ടിക്കിളാണ് നമ്മളോട് ചേർക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മളോട് ചേർക്കാൻ പറഞ്ഞത് ആൻ എന്ന ആർട്ടിക്കിളാണ്. എന്താ കാരണം? ഇവിടുത്തെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. അതോറിറ്റി എന്നാണ്. AUTHORITY ആണ് അതോറിറ്റി. സ്വരാക്ഷരം കൊണ്ട് ആരംഭിച്ച് ഉച്ചാരണം സ്വരാക്ഷരത്തിൻ്റെ തന്നെ ആവുന്ന പദങ്ങളുടെ മുൻപിലാണ് ആൻ എന്ന ആർട്ടിക്കിൾ നമ്മൾ ചേർക്കുക. ഒരു എന്ന അർത്ഥത്തിലാണ്. അവിടെ വിവേചക ഭേദകം എന്ന് നമ്മൾ പറയും. യെസ്, അപ്പോൾ ആൻസർ B എന്നതാണ്. അപ്പോൾ ആൻ അതോറിറ്റി എന്നാണ്. ദെൻ തേർഡ് വൺ, പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷൻ നേരിട്ട് നമ്മളോട് ചേർക്കാം, നമ്മളോട് ചോദിക്കാം, ചേർക്കാൻ വേണ്ടി ചോദിക്കാം. പിന്നെയോ പ്രപ്പോസിഷണൽ ഫ്രേസസ് ചേർക്കാൻ വേണ്ടി ചോദിക്കാം. പ്രപ്പോസിഷണൽ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫ്രീക്വൻ്റ്ലി ഫൗണ്ട് ടുഗദർ. പുകവലി അർബുദത്തിന് കാരണമാകും. ഇപ്പോൾ ചലച്ചിത്രമൊക്കെ നമ്മൾ കാണുമ്പോൾ ആദ്യം എഴുതി കാണിക്കും, സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആണ് അല്ലേ. പുകയില അർബുദത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അവിടെ നമ്മൾ ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ മതി. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇൻജൂറിയസ് എന്നതിന് ശേഷം എപ്പോഴും ടു എന്ന പ്രപ്പോസിഷനെ ചേരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലോട്ടറി ടിക്കറ്റിനകത്ത് ഓരോ സീരീസ് ഉണ്ടാവും, ഓരോ പരമ്പരയുണ്ടാവും. അപ്പോൾ നമ്മൾ തൊട്ട് താഴെ കാണും. അപ്പോൾ A2 അല്ലെങ്കിൽ AZ അല്ലെങ്കിൽ E1 എന്നൊക്കെ നമ്മൾ കാണും. അവിടെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ കാണാം കോമൺ ടു ഓൾ സീരീസ് എന്നാണ്. കോമൺ ടു ഓൾ സീരീസ്, കോമൺ പ്ലസ് ടു, കോമൺ ടു. അതേപോലെ ഇൻസിസ്റ്റ് പ്ലസ് ഓൺ, ഇൻസിസ്റ്റ് ഓൺ അല്ലെങ്കിൽ ഇൻസിസ്റ്റഡ് പ്ലസ് ഓൺ, ഇൻസിസ്റ്റഡ് ഓൺ. അപ്പോൾ ആൻസർ A എന്നതാണ്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മൂന്നാമത്തത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻഡയറക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. എന്താ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്? ഒരാൾ പറഞ്ഞ സംഭാഷണം അതേപോലെ നമ്മൾ എഴുതിയാൽ ഡയറക്റ്റ് സ്പീച്ചും, മറ്റൊരാളുടേതായ ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തി എഴുതിയാൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹീ സെഡ് ഐ ക്യാൻ ഫിനിഷ് ദ വർക്ക് ബൈ ടുമാറോ എന്നാണ്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഒന്നുള്ളത് ടൈം വേർഡ് ഉണ്ട്. ഏതാ? ടുമാറോ എന്ന ടൈം വേർഡ് ഉണ്ട്. പിന്നെ ക്യാൻ എന്ന മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട്. ക്യാൻ എന്നത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റി എഴുതുമ്പോൾ എന്തായി മാറും? ഇറ്റ് ബിക്കംസ് കുഡ്. ഇനി ടുമാറോ എന്നത് എന്തായി മാറും? രണ്ട് രൂപത്തിൽ നമുക്ക് എഴുതാം. ദ നെക്സ്റ്റ് ഡേ എന്നും എഴുതാം, ദ ഫോളോയിങ് ഡേ എന്നും എഴുതാം. അപ്പോൾ തന്ന ആൻസർ പ്രകാരം നമുക്ക് വായിച്ചു നോക്കിയാൽ ആൻസർ
ഹീ സെഡ് ദാറ്റ് ഹീ കുഡ് ഫിനിഷ് ദ വർക്ക് ബൈ ദ നെക്സ്റ്റ് ഡേ എന്നാണ്. ആൻസർ നമുക്ക് സി എന്നതാണ്. ആൻസർ സി എന്നതാണ്. അഞ്ചാമത്തത് ചൂസ് ദ കറക്റ്റ് സിനണിം ഫോർ ദ വേർഡ് എസ്റ്റ്യൂട്ട് എന്നാണ്. എസ്റ്റ്യൂട്ട് എന്ന വാക്കിൻ്റെ നാനാർത്ഥം ചോദിക്കുകയാണ്. നാനാർത്ഥം, ഒന്നിൽ കൂടുതൽ അർത്ഥം വരുന്ന പദങ്ങൾ. അപ്പോൾ സിനണിം നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ സിനണിം പ്രകാരം നമുക്ക് നൈവ് എന്നാണ്. നൈവ് എന്നതാണ് അതിൻ്റെ ആൻസർ. ഇത് എസ്റ്റ്യൂട്ട് എന്നതുമായി ബന്ധപ്പെട്ട് സിനണിം ചോദിച്ചാൽ ആ തന്നത് ഓപ്ഷനിൽ ഏറ്റവും ബെറ്റർ ഉത്തരം എന്ന് പറയുന്നത് ഡി എന്നതാണ്. ആറാമത്തത് കേരള PSCയുടെ ചരിത്രം പരിശോധിച്ചാലും സർവീസ് സഹകരണ ബാങ്ക് പരീക്ഷകൾ നമ്മൾ പരിശോധിച്ചാലും ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന വാക്കാണ് ഈ വാക്ക്. നവംബർ മാസം നടന്ന ഈ എക്സാമിന് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഒക്ടോബർ മാസം കേരള PSC നടത്തിയ ടൈം കീപ്പറുടെ എക്സാമിനും ചോദിച്ചിട്ടുള്ളത്. ആ വേർഡാണ് മെലൻകോളി എന്നത്. മെലൻകോളി എന്നതുമായി ബന്ധപ്പെട്ട് ആൻറ്റനിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റനിം മെലൻകോളി എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ചിയർഫുൾനെസ് എന്നാണ്. ചിയർഫുൾനെസ് എന്നാണ്. മെലൻകോളി മീൻസ് സാഡ്നെസ്, സാഡ് എന്നൊക്കെ നമ്മൾ പറയും, സോറോ എന്നൊക്കെ പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റനിമാണ്. ആൻസർ സി ആണ്. അടുത്തായിട്ട് സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്നാണ്. ഇത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു സിലബസ് ആണ് ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ് എന്നത്. യൂസ് ഓഫ് കോറിലേറ്റീവ്സ് എന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളോട് കോറിലേറ്റീവ് കൺജങ്ഷനാണ് ചോദിച്ചത്. നോ സൂണർ എന്നത് ഒരു നെഗറ്റീവ് കോറിലേറ്റീവ് കൺജങ്ഷനാണ്. നോ സൂണർ പ്ലസ്, അതായത് ഒരു നെഗറ്റീവ് വേർഡ് വെച്ചിട്ടാണ് ഒരു വാചകം ആരംഭിക്കുന്നതെങ്കിൽ ഇഫ് എ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് നെഗറ്റീവ് വേർഡ് ആഫ്റ്റർ ഇറ്റ് ഓക്സിലറി വെർബ് ഈസ് റിക്വയർഡ്. അതിനുശേഷം എന്ത് വേണം? ഓക്സിലറി വെർബ് വേണം. നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ദാൻ എന്നാണ്. അപ്പോൾ നോ സൂണർ ഹാഡ് ദ ബെൽ റങ് ദാൻ ദ സ്റ്റുഡൻസ് റഷ്ഡ് ഔട്ട്. ഓപ്ഷൻ എ ആണ് ഹാഡ് എന്നതാണ്. ഓപ്ഷൻ എ ഹാഡ് എന്നതാണ്. ഇതിവിടെ ഡിഡാണ് വന്നതെങ്കിലോ, ഡിഡ് വന്നിരുന്നുവെങ്കിൽ ക്രിയയുടെ V1 മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ആൻസർ ഡിഡാണ് വന്നിരുന്നെങ്കിൽ റിങ് എന്ന് വരും. ഹാഡ് വന്നതുകൊണ്ട് എന്താ വരുന്നത്? റങ് എന്നാണ്. റിങ്, റാങ്, റങ്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം. ഇത് 2024 നടന്ന 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എത്ര പരീക്ഷകൾക്ക് ചോദിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം അത്രയും കൂടുതൽ ചോദിക്കുന്നൊരു സാധനമാണിത്. അപ്പോൾ ഐ ആം ലേറ്റ് ടുഡേ, ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ടാഗ് വിൽ ബി നെഗറ്റീവ്. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ടാഗ് വിൽ ബി പോസിറ്റീവ്. അങ്ങനെയാണെങ്കിലോ ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ടാഗ് വിൽ ബി പോസിറ്റീവ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാചകം എന്താ? ഐ ആം ലേറ്റ് ടുഡേ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായി ആൻസറായിട്ട് നമ്മൾ എടുക്കുക ബി എന്നതാണ്. ഇത് ഉച്ചരിക്കേണ്ടത് R×I എന്നല്ല. ശരിക്ക് ഇത് ഉച്ചരിക്കേണ്ടത് പലരും തെറ്റായിട്ട് ഉച്ചരിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇത് ചോദിക്കാത്ത എക്സാം ഇല്ല എന്ന് നമുക്ക് പറയാം. യെസ്, നോക്കാം. നമുക്ക് ആം പ്ലസ് നോട്ട് സമം ആം നോട്ട് എന്ന് തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആം പ്ലസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമായ ഏതാണ് എടുക്കേണ്ടത്? ഈ പ്രയോഗമാണ് എടുക്കേണ്ടത്. ഇത് ശരിക്കും നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്തല്ല? R×I എന്നല്ല ഉച്ചരിക്കേണ്ടത്. പലരും തെറ്റായിട്ട് ഉച്ചരിക്കുന്നൊരു സാധനമാണ്. ഇത് ശരിക്കും ഉച്ചരിക്കേണ്ടത് ഇങ്ങനെയാണ്, ആൻ ടൈ എന്നാണ്. ആൻ ടൈ, R×I എന്നല്ല, ആൻ ടൈ എന്നാണ് അതിൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒറ്റ പദമാക്കാൻ. ഈ വൺ വേർഡ് എന്നത് എക്സാമിനേഷൻ ബോർഡിൻ്റെ സിലബസിലുള്ളതാണ്. വൺ വേർഡ് എന്നത് ആൻസർ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കോൺട്രഡിക്ട്സ് ഇറ്റ് സെൽഫ് ബട്ട് മൈറ്റ് ബി ട്രൂ. എന്താ? പരസ്പര വിരുദ്ധമായൊരു പ്രസ്താവന, പക്ഷെ അതെന്താവാം? ശരിയാവാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? പാരഡോക്സ് എന്നാണ് ഉപയോഗിക്കുക. പാരഡോക്സ് എന്നാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ കുറേ വേർഡുകളാണ് അവിടെ തന്നിരിക്കുന്നത്. പാരഡോക്സ് എന്നത്, എലിഗറി എന്നത്, പിന്നെ ഫാബിൾ എന്നത്, ഐറണി എന്നത്. ഇവിടെ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ്
പാരഡോക്സ് എന്നാണ്. വൺ വേർഡ് എന്നത് കൃത്യമായി കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഒരു മാർക്ക് നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു മാർക്കാണ്, കുറച്ചെണ്ണം പഠിച്ചു വെച്ചാൽ. പ്രീവിയസ് മാത്രം പഠിച്ചാൽ മതി. സാധാരണ ബാങ്ക് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് എത്തീസ്റ്റ് അല്ലെങ്കിൽ തീയിസ്റ്റ് എന്നത്. ദെൻ ലാസ്റ്റ് വൺ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സ്പെൽഡ് വേർഡ് എന്നും പറയാം, സ്പെൽഡ് വേർഡ് എന്നും പറയാം. ആൻസർ പലരും തെറ്റിച്ച് എഴുതാനുള്ള സാധ്യതയുള്ളൊരു വാക്കാണത്. ആ വാക്കിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. മിസ്ചീവസ് എന്നാണ്, മിസ്ചീവിയസ് എന്നല്ല, മിസ്ചീവസ് എന്നാണ്. ആൻസർ എ എന്നതാണ്. MISCHIEVOUS, എ എന്നതാണ് ആൻസർ. ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് ഈസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.